കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഏത് വർഷം? 1963, 1953, 1973, 1983. ആൻസർ ഈസ് ഓപ്ഷൻ സി 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. ഇതുവരെ കേരള എത്ര പ്രാവശ്യം സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 പ്രാവശ്യമാണ് കേരളത്തിന് ഇതുവരെ സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത്. വർഷങ്ങൾ 73, 92, 93. 1973, 92, 93. 2001, 2004, 2018, 2022. 2001, 2004, 2018, 2022. ഇത്രയും വർഷങ്ങളിലാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി കിരീടം നേടിയിരിക്കുന്നത്. 78ാമത്തെ സന്തോഷ് ട്രോഫി മത്സരം, അതായത് 2024-25 സീസണിൽ നടന്നിരിക്കുന്നതിനകത്ത് ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു മത്സരം നടന്നിരിക്കുന്നത്. 78ാമത്തെ സന്തോഷ് ട്രോഫി അഥവാ 2024 നടന്നിരിക്കുന്നത് ഹൈദരാബാദിലാണ്. ആ ടൈമിൽ ജേതാക്കള് പശ്ചിമ ബംഗാളാണ് ജേതാക്കള്. റണ്ണറപ്പ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കേരളം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ജനുവരി മാസം 22-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 8-ാം തീയതി വരെയാണ് ഇപ്പൊ കറന്റ് 25-26 സന്തോഷ് ട്രോഫി ഫുട്ബോൾ നടക്കുന്നത്. അത് ആസാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് വരുന്ന ടൈമിൽ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പഠിക്കണം. അപ്പൊ കേരളത്തിന് എത്ര പ്രാവശ്യമുണ്ട്? 7 പ്രാവശ്യം എന്ന കാര്യം നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. 73, 92, 93, 2001, 2004, 2018, 2022. 2024 കേരളം റണ്ണറപ്പ് ആയിരുന്നു. പശ്ചിമ ബംഗാൾ ആണ് ആ ഒരു ടൈമിൽ ജേതാക്കളായിരുന്നത്. നടന്നത് സ്ഥലം ഹൈദരാബാദ്. ഈ പ്രാവശ്യത്തെ 2025-26 നടന്നുകൊണ്ടിരിക്കുന്നത് ആസാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനിയും അടുത്തതായിട്ട് ഈ 1973 കേരള ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ TKS മണി ആണ് കേരള ഫുട്ബോളിന്റെ ആദ്യ പ്രാവശ്യം സന്തോഷ് ട്രോഫി ലഭിച്ച ടൈമിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. വർഷം 1941 സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് ആരംഭിച്ചത്. കൊൽക്കത്തയിലാണ് ആരംഭിച്ചത്. വേദി കൊൽക്കത്തയാണ്. ജേതാക്കൾ എന്ന് പറയുന്നത് ബംഗാളാണ് ജേതാക്കൾ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളം ആണ്. സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളം. 1955 കേരളത്തിലെ എറണാകുളം എന്ന് പറയുന്ന പ്രദേശം സന്തോഷ് ട്രോഫിക്ക് വേദി ആയത്. വർഷം 1955. സന്തോഷ് ട്രോഫി ആരംഭിച്ചു 41, കേരളത്തിന് ആദ്യമായിട്ട് ലഭിച്ചു 73. ആ ടൈമിലെ ക്യാപ്റ്റൻ TKS മണി ആണ്. ഇപ്രാവശ്യം നമ്മൾക്ക് 79ാമത്തെ സന്തോഷ് ട്രോഫിയാണ് നടക്കുന്നത്. ആസാമിലാണ് നടക്കുന്നത്. സഞ്ജു ആണ് ലീഡ് ചെയ്യുന്നത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? വെങ്കയ്യ നായിഡു, ജഗദീപ് ധൻകർ, ദ്രൗപദി മുർമു, രാംനാഥ് കോവിന്ദ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി. അദ്ദേഹം 2025 ജൂലൈ 21 രാജിവെച്ചു. ജഗദീപ് ധൻകർ രാജിവെച്ച ഡേറ്റ് 2025 ജൂലൈ 21. ഇന്ത്യയിൽ രാജിവെച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ആണ് VV ഗിരി എന്നത്. ഇന്ത്യയിൽ രാജിവെച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ആണ് VV ഗിരി എന്ന് പറയുന്നത്. ഉപരാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ട് ഉള്ള യോഗ്യതകൾ എന്ന് പറഞ്ഞത് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭ അംഗമാകാൻ യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ലാഭകരമായ ഒരു പദവിയും വഹിക്കുന്ന ആളായിരിക്കരുത്. ഉപരാഷ്ട്രപതി ആകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ: ഇന്ത്യൻ പൗരൻ, 35 വയസ്സ് പൂർത്തിയാകണം, രാജ്യസഭ അംഗമാകാൻ യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ലാഭകരമായ ഒരു പദവിയും വഹിക്കുന്ന ആള് ആയിരിക്കരുത്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 63 പറയുന്നത്.
ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 66 ആണ്. 66 ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇനിയും ഇപ്പോഴത്തെ നിലവിലെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് 15ാമത്തെ ഉപരാഷ്ട്രപതി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള 3ാമത്തെ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. 3ാമത്തേത്. ആദ്യത്തേത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ, രണ്ടാമത്തത് R വെങ്കിട്ടരാമൻ, 3ാമത്തേതാണ് CP രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ, R വെങ്കിട്ടരാമൻ എന്നിവരാണ് ഇദ്ദേഹത്തിന് മുൻപ് ഉപരാഷ്ട്രപതി ആയിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞത്. ഉപരാഷ്ട്രപതി ആകുന്നതിന് മുൻപ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. അതിനു മുമ്പ് ജാർഖണ്ഡ് ഗവർണറായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2 തവണ കോയമ്പത്തൂരിൽ നിന്നുള്ള ലോക്സഭ MP ആയിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2 തവണയായിട്ട് ലോക്സഭയിലേക്കുള്ള MP ആയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തത് 2025 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2025 സെപ്റ്റംബർ 12. NDA സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചത് 452 വോട്ടുകൾ നേടി. 452 വോട്ടുകൾ നേടി. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് 300 വോട്ടുകൾ നേടി ജസ്റ്റിസ് B സുദർശന റെഡ്ഡി. പ്രതിപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുദർശന റെഡ്ഡി ആയിരുന്നു. 300 വോട്ടുകളാണ് നേടിയത്. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ലാൻഡർ, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓർബിറ്റർ ആണ് ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത്. അപ്പം ഇന്ത്യ ലാൻഡറും റോവറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും ആണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന 3 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. കൂടാതെ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏതെന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ആണ്. ഈ റോക്കറ്റിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ചത് ഖര ഇന്ധനമാണ്. ഫസ്റ്റ് സ്റ്റേജില് ഖര ഇന്ധനവും സെക്കൻഡ് സ്റ്റേജില് ദ്രാവക ഇന്ധനവും ആണ്. തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ചത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ആണ്. അവസാന സ്റ്റേജിൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ചതാണ് ക്വസ്റ്റ്യൻ വന്നത്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ആണ്. ഫസ്റ്റ് സ്റ്റേജില് ഖര ഇന്ധനവും സെക്കൻഡ് സ്റ്റേജില് ദ്രാവക ഇന്ധനവും എന്ന് ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇത് വിക്ഷേപിച്ച ഡേറ്റ് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിലാണ് വിക്ഷേപണ സ്ഥലം എന്ന് പറയുന്നത്. ഇതിന്റെ വിക്ഷേപണ വാഹനം LV-M3-M4 എന്നാണ്. LV-M3-M4 എന്നാണ്. ഫാറ്റ് ബോയ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് വിക്ഷേപിച്ചു അല്ലെങ്കിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5 അതായത് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് മാസം 5 ആണ്. ഈ ദക്ഷിണ ധ്രുവത്തില് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഡേറ്റ് 2023 ഓഗസ്റ്റ് 23. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഡേറ്റ് 2023 ഓഗസ്റ്റ് മാസം 23. റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. റോവറിന്റെ പേര്
പ്രഗ്യാൻ. ലാൻഡറിന്റെ പേരാണ് വിക്രം. ലാൻഡറിന്റെ പേരാണ് വിക്രം. ഈ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് ശിവശക്തി പോയിന്റ്. വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് ശിവശക്തി പോയിന്റ്. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23-നാണ്. ഇന്ത്യയിൽ ഓഗസ്റ്റ് 23-നാണ് നാഷണൽ സ്പേസ് ഡേ അഥവാ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എസ് സോമനാഥ് ആയിരുന്നു ആ ടൈമിലെ ISROയുടെ ചെയർമാൻ. എസ് സോമനാഥ്. മോഹനകുമാർ ആയിരുന്നു മിഷൻ ഡയറക്ടർ. മോഹനകുമാർ ആയിരുന്നു മിഷൻ ഡയറക്ടർ. പി വീരമുത്തുവേൽ ആയിരുന്നു പ്രൊജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലുവും മിഷൻ ഡയറക്ടർ മോഹനകുമാറും ISROയുടെ ചെയർമാൻ എസ് സോമനാഥും ആണ്. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ, ഭാരതമാത, സതി, ഗ്രാമീണ ജീവിതം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഗ്രാമീണ ജീവിതം ആണ് അമൃത ഷെർഗിലിന്റെ ചിത്രം എന്നത്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ആണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. സതി എന്ന ചിത്രം വരച്ചത്. കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തെരഞ്ഞെടുത്തു ഈ ഗ്രാമീണ ചെണ്ടക്കാരനെ. കോൺഗ്രസിനുള്ള പോസ്റ്ററിന്റെ ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരനെയാണ്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. അത് വരച്ച കാലഘട്ടം സ്വദേശി സമരകാലത്താണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. ഈ അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ് അബനീന്ദ്രനാഥ ടാഗോർ. അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊൽക്കട്ട ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊൽക്കട്ടയാണ്.